സന്തോഷ് ട്രോഫി ദക്ഷിണ മേഖല യോഗ്യതാ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 1:45 നടക്കുന്ന ആദ്യ മത്സരത്തിൽ കർണാടകം ആന്ധ്രാപ്രദേശിനെ നേരിടും. വൈകിട്ട് 4-ന് പുതുച്ചേരിയുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ക്യാപ്റ്റൻ പി ഉസ്മാന്റെ നേതൃത്വത്തിലുള്ള ആക്രമണ നിരയ്ക്ക് ജോബി ജസ്റ്റിനും ഫിറോസും എൽദോസും കരുത്തു പകരും. പരിചയസമ്പന്നനായ ഷിബിൻലാലിനാവും മധ്യനിരയുടെ ചുമതല. നൌഷാദും ലിജോയും രാഹുലും തൊട്ടു പിന്നിലായി അണിനിരക്കും. മധ്യനിരയിലും പ്രതിരോധത്തിലുമായി ജൂനിയർ താരങ്ങൾക്ക് കൂടി അവസരം നൽകുകയും ഗോൾവല കാക്കാൻ SBT താരം മിഥുൻ എത്തുകയും ചെയ്യുന്നതോടെ കേരള ടീം തയ്യാർ. മികച്ച ഒത്തിണക്കത്തോടെ കളിക്കുന്ന ടീം പ്രതീക്ഷ കാക്കുമെന്ന് കോച്ച് VP ഷാജി ഉറപ്പിച്ചു പറയുന്നു. തികഞ്ഞ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഈ 3 മത്സരം വളരെ സീരിയസ് ആണ്. അപ്പോൾ 3 മത്സരവും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ മത്സരവും വിജയിച്ചുകൊണ്ട് ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാം. കോഴിക്കോട്ടെ കാണികളിലും കോച്ചിന് പ്രതീക്ഷയുണ്ട്. കോഴിക്കോട്ടെ കാണികൾ ഒട്ടും മോശമാവില്ല. കോഴിക്കോട് കളിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്തായാലും കാണികൾ എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നാഗ്ജി അന്താരാഷ്ട്ര ടൂർണമെന്റിന് ശേഷം കോഴിക്കോട്ടേക്ക് വിരുന്നെത്തുന്ന കളിയാവേശത്തിൽ ഫൈനൽ റൗണ്ടിലേക്ക് മാർച്ച് ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ഇനി കാൽപന്ത് കളിയാരവത്തിന്റെ ദിനങ്ങൾ. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ കേരളവും ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം K. അനൂപ്ദാസ്, News 18, കോഴിക്കോട്. സന്തോഷ് ട്രോഫി സമയക്രമവും ഫിക്സറും സംഘാടകർ മാറ്റി. ഉദ്ഘാടന മത്സരത്തിന്റെ സമയം 2:30 മുതൽ 2:30 നിന്ന് 1:45 മാറ്റി. കർണാടകം ആന്ധ്രാപ്രദേശിനെയാണ് ഉദ്ഘാടന മത്സരത്തെ നേരിടുന്നത്. നട്ടുച്ചയ്ക്ക് മത്സരം നടത്തുന്നത് അഖിലേന്ത്യാ ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് KFA വ്യക്തമാക്കി.